ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സൗഖ്യ പ്രാർത്ഥനയിലേക്കും വീരശക്തിയുടെ ജീവിത ദുരന്ത അവസ്ഥകളിലുള്ള സഹോദരങ്ങളെ വിടുതൽ പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കൃപാസനം കഴിഞ്ഞ് 34 വർഷം നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാലയുടെ ശക്തിയാൽ അങ്ങയുടെ അവകാശമോഖര്യമാകുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചുവടിന് കേളി നൽകിയവനെ, കർത്താവേ, ഊമന് സംഭാഷണം നൽകിയവനെ, നിന്റെ തിരുമുറുവാർന്ന് വലതു കരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, PCOD രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും കർത്താവേ ഈ നിമിഷം കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തത്താൽ സ്പർശിക്കണമേ, വിശുദ്ധമായ രക്തം കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാരകരോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. വീണ്ടും മഹത്വപ്പെടുത്തണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അറിവോടെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബ സമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഭാര്യാഭർത്താക്കന്മാരെ പിരിഞ്ഞു താമസിക്കുന്നവരെ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, കടകമ്പോളങ്ങൾ കൊണ്ട് ജീവിതം, അതുപോലെ തന്നെ ചെറിയ ഉപത്തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ട് അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ, അങ്ങനെ അവരുടെ ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോകുന്നവരെ, അങ്ങനെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, സ്കൂൾ കുഞ്ഞുങ്ങളെ പരീക്ഷ കഴിഞ്ഞവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അവരുടെ പരീക്ഷകളിൽ കർത്താവേ ഉന്നതമായ വിജയം കൈവരിച്ചുകൊണ്ട് അവർക്ക് ഉന്നതമായ ഭാവി വിദ്യാഭ്യാസം ഭാസ്വരമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശ്രുതികട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമം, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ, പരിശുദ്ധമ്മ, ദേവമാതാവേ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ഓൺലൈനിലുള്ളവരെയും വൃത്താടത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി തടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിരിച്ചുവിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സസ്പെൻഷനിലായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ തിരികെ എടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ ഭവന രഹിത ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വഴിയില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കർത്താവെ, ലോൺ പാസ്സാകാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, സാമ്പത്തിക ബാധ്യതകളും ജപ്തി നടപടികളും നേരിടുന്നവരെ സ്ഥിതി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിൽ വഴക്കുകൾ, കലഹങ്ങൾ, കോലാഹലങ്ങൾ മൂലം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കണ്ണീരില്ലാത്ത, ചോറുണ്ണാൻ പറ്റാത്ത രീതിയിൽ വെണ്ണീരോട് ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, അയൽവാസികളുടെ ഭിന്നതയും രൂക്ഷമായ മത്സരങ്ങളും കാരണം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം, ദൈവശക്തിയാൽ മാരകരോഗങ്ങൾ, തീരാവേദനകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അറിവോടെ നോക്കണമേ. 10 ദിവസം. ഇന്നിപ്പോൾ ചില അണ്ണന്മാരെ
കൊന്തൊക്കെ പകരം കരുണ നമസ്കാരം മതിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വിഡ്ഢിത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് ദൈവം എന്താണ്, ആധ്യാത്മിക അനുഭവം എന്താണ്, ജപമാല എന്താണ്, ജപമാലയുടെ ഉള്ളടക്കങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തിപരമായ അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് അവർ താത്വികമായിട്ടൊക്കെ സംസാരിക്കുന്നത്. നോൺസെൻസ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാം സത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ മുമ്പിൽ ഞാൻ കിടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേർ കിടപ്പുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ ഒരു സാക്ഷ്യമാണിത്. അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേർ കിടപ്പുണ്ട്. ഇപ്പോൾ ഒരാളെ എനിക്കറിയാം, അത് ജോൺ മേരി വിയാനിയെപ്പോലെ ഇരിക്കുകയാണ്, വികാരച്ചന്മാരുടെ പുണ്യാളന്. അത് മധ്യസ്ഥന്. ഇപ്പോഴത്തെ ഉള്ളത് വേറെ ആൾ, ഒരു പുണ്യാളനാണ്, പക്ഷെ എനിക്കറിയത്തില്ല ആളാണ്. പക്ഷെ ഞാൻ അതിന് ശേഷം സംഭവിക്കുന്ന വിഷയങ്ങൾ എന്താ? അതിനുശേഷമാണ് ഈ പ്രസംഗങ്ങളും അടയാളങ്ങളും. ഇപ്പം തന്നെ കൃപാസനം യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം അലക്സിസ്റ്റം പറയുമായിരുന്നു, ഈ ഓണം ആകുമ്പോൾ 50 കോടി വ്യൂവേഴ്സാണ് ഉള്ളത്. 50 കോടി ആൾക്കാരാണ് ഇത് കണ്ടിരിക്കുന്നത്. അത്രയും കണ്ടതെല്ലാം ഇങ്ങനെ പരന്ന് പോകാനുള്ള കാരണം എന്താണ്? അന്നത്തെ ആ സമാഗമമാണ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ പലരും ഉടമ്പടി എടുത്തിരിക്കണത് ആ പഴയ ഫോർമാറ്റിലാണ് എടുത്തിരിക്കണത്. ഒക്കട്ടെ കിട്ടിയാൽ കൂട്ടി പോയ ചട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. അവർക്കാണ് ഇങ്ങനെ കുരഞ്ഞ് കിടക്കണത്. അല്ല, സത്യസന്ധമായിട്ട് വിശ്വസ്തതയുടെ ഉടമ്പടി എടുത്തവന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ഒരു ദിവസം 30 സാക്ഷ്യങ്ങളാണ് ഈ ആൾക്കാരെ പറയണത്. അപ്പം എന്ന് പറയുമ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങളാണ്. പക്ഷെ സത്യമായ കാര്യങ്ങളാണെന്ന് നിങ്ങളുടെ പ്രവർത്തനം കണ്ടാൽ ദൈവത്തിന് തോന്നണം. ആ ദൈവത്തിന് തോന്നാത്ത കൊണ്ടാണ് നിങ്ങളിങ്ങനെ തണുത്തിരിക്കണത്. അപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്താ സംഭവിക്കണത്? എനിക്ക് ട്രാൻസ്ഫറാണെന്ന് എൻ്റെ മെത്രാൻ പറയും. ഞാൻ ട്രാൻസ്ഫറിൻ്റെ ആയ പള്ളിയിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത് ഒരു പള്ളി പൊളിച്ചിട്ടിരിക്കണത്. ആ പള്ളി പണിയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ആ പള്ളി വരുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ സ്വീകരിക്കുന്നതിന് പകരം 1-2 പേര് പറയുകയാണ്, അച്ഛാ പിരിവാണെങ്കിൽ നടക്കത്തില്ല, വീട്ടിൽ വന്നാൽ 5 പൈസ തരത്തില്ല, ഞങ്ങൾക്ക് കൊടുക്കാനുള്ള കാശില്ല, ഞങ്ങൾ നേരത്തെ കൊടുത്തെന്ന് പറയും. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്വീകരണം അതാണ്. അപ്പം ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യൻ്റെ ഇടയ്ക്ക് ഒരു വീട്ടിലും പിരിവിന് വരത്തില്ല, പക്ഷെ നിങ്ങൾ പൈസ ഇവിടെ കൊണ്ടുവന്ന് തരുമെന്ന് എനിക്കറിയാമെന്ന് പറയും. എന്താ കാര്യം? ഞാൻ ആൾക്കാരെ മാതാവിന് തിരുക്കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യ ജപമാല നടത്തി. അന്ന് മുതൽ എന്താ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടാക്കടങ്ങളെല്ലാം തിരിച്ച് കിട്ടാൻ പോകുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ പണങ്ങളും നഷ്ടപ്പെട്ട കാശും നിങ്ങൾ എഴുതിത്തല്ലേ കാശും നിങ്ങൾക്ക് ദൈവം തിരിച്ചു തരാൻ പോകുകയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു സെബാസ്റ്റ്യൻ പരിച്ചേരി എന്നും പറഞ്ഞൊരു മനുഷ്യൻ വന്നും പറഞ്ഞ് 4 ലക്ഷം രൂപ ഇരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? എനിക്ക് 8 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, എനിക്ക് തരാണ്ടായിരുന്നൊരു വ്യക്തി, അത് ഞാൻ എഴുതി തള്ളിയതാണ്, അയാൾ ഇന്നലെ കൊണ്ടുവന്ന് തന്നത്. 4 ലക്ഷം അച്ഛൻ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പണി തുടങ്ങിയെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പള്ളി പണിയും. എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ദൈവത്തെ കൊണ്ട് നിങ്ങളുടെ ജീവിതം പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണമെന്ന് ഓർക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്ന് പറയണത്, നമ്മൾ ദൈവ തിരുസന്നിധി നിൽക്കുമ്പോൾ ഇപ്പം തന്നെ എന്താ വിഷയം? ഞാനിപ്പോൾ ഈ ഇടവക ചാർജ് എടുക്കാൻ വരുമ്പോൾ ഞാൻ ചാർജ് എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ഇടവകയുടെ മധ്യസ്ഥൻ ആരാണ്? ആ ഇടവകയുടെ മധ്യസ്ഥൻ ഔസേപ്പിതാവാണ്. പക്ഷേ ഔസേപ്പിതാവിൻ്റെ രൂപത്തിനടുത്ത് ഞാൻ വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ഈജിപ്തിൽ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞ കക്ഷി എനിക്ക് മനസ്സിലാകാതിരുന്ന കക്ഷി ഇതാണ്. അപ്പം നിങ്ങൾ ഓർക്കും എനിക്ക് ഔസേപ്പിതാവിനെ മനസ്സിലാകത്തില്ലെന്ന്. എനിക്ക് ഔസേപ്പിതാവ് മനസ്സിലാകും. പക്ഷേ ഈജിപ്തിൽ കിടന്നുറങ്ങിയ ഔസേപ്പിതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു പരിചയമുള്ള ആളല്ല. പക്ഷേ അതേ രൂപം തന്നെയാണ് ഈ പള്ളി ഇരിക്കണത്, ഞാൻ ചെന്ന പള്ളി ഇരിക്കണത്. അപ്പം അമ്മ എന്താ പറഞ്ഞത്? വികാരത്തിൻ്റെ പുണ്യാളെ കാണിച്ചിട്ട് ഈ പള്ളിയിട്ട് വികാരിയായിട്ട് നിന്നെ വിടുകയാണ്. ഈ പള്ളി അവിടെ ചെന്ന് നീ വിഷമിക്കൊന്നും വേണ്ട, പള്ളി ഞാൻ തന്നെ പണിതുള്ളൂ, നീ വിഷമിക്കേണ്ടത് എന്താണ്? എന്നിട്ട് ഈ കൈ വായിലിറക്കി തന്നിട്ട് എന്ത് അധികാരമാണ് അമ്മയ്ക്ക്? അന്ന് മുതലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ സിമ്പിളായിട്ട് സംസാരിക്കും, ജീവിതത്തെ ബന്ധിയായി സംസാരിക്കും. ഞാൻ സംസാരിക്കേണ്ട കർത്താവ് ഏറ്റെടുക്കും, അത് നിങ്ങൾക്ക് ഫലമായി തീരും. അങ്ങനെ നമ്മൾ ദൈവത്തിൽ ജീവിക്കും. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. മഹത്വം ആരാധന. ആരാധന
അമ്മേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അനിത ബേബി തോമസിന് ഒരു സംശയം തോന്നി. ഇത്രയൊക്കെ മാതാവിൻ്റെ ഭാഗത്ത് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് അടയാളം കാണിച്ച് വിശ്വസ്തത കാണിച്ച് നമ്മൾ തണുത്തപ്പോഴും ദൈവം ചൂടായത്തിന് നിന്നുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് തോന്നി എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാകുന്നു. അപ്പോഴാണ് അവൾക്ക് മൂന്നാമത് ഉടമ്പടി പുതുക്കിയെങ്കിലുമേ അവൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാകുന്നു. അപ്പോൾ അവർ മിസ്റ്റേക്ക് അവൾ കണ്ടെത്തി. എന്താണ്, അവൾ പത്രം വീട്ടിൽ മാത്രമേ പള്ളികൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. കാര്യം നേഴ്സായതുകൊണ്ട് പെടപെടാമെന്നിങ്ങനെ ആൾക്കാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ ആ ക്രിയ പോക്കാൻ വേണ്ടി ആ കണ്ടവർക്കെല്ലാം കൊടുക്കും, അത്രേ ഉള്ളൂ. 3 പുതുക്കിയെങ്കിലും ആൾ പണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ. 3 പുതുക്കുന്നതനുസരിച്ച് പ്രേക്ഷിതപ്രവർത്തനം വളരണ്ടേ? അങ്ങനെയൊന്നും വളർത്തൊന്നുമില്ല. ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒപ്പിച്ചുണ്ടാക്കി അതിൽ ചെയ്തെന്ന് തീർക്കാൻ വേണ്ടി അവിടെ ഇവിടെ കൊടുത്ത് ഒപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്യാത്തത്. നിങ്ങൾ ഓർക്കണം കേട്ടോ, പുതുക്കിയ ആൾക്കാർ ഓർക്കണം. പുതുക്കുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തതിനേക്കാൾ ശക്തമായിട്ടാണ് ഇപ്പോൾ ജീവിക്കണം നോക്കണം. അല്ല എടുത്തതിനേക്കാൾ ഗതികെട്ട ജീവിതമാണെങ്കിലേ പിന്നെ പറഞ്ഞിട്ടൊരു കഥയുമില്ല. അപ്പം തീഷ്ണത ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടി പുതുക്കുമ്പോഴേ ഉടമ്പടി എടുത്തതിനേക്കാൾ തീഷ്ണതയോട് ജീവിക്കാൻ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. എന്റെ ജീവിതത്തെ മാറ്റിമറിക്കണമേ. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം 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 ആരാധന ദൈവമേ മഹത്വം ദൈവമേ ആരാധന ഹല്ലേലൂയ ദൈവമേ വരണമേ വസിക്കാവരണമേ ദൈവമേ വരണമേ വസിക്കാവരണമേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണമേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണമേ ദൈവമേ വരണമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു വ്യക്തിയോട് എന്നതിനേക്കാൾ സൂക്ഷ്മതയോട് വേണം ദൈവത്തോട് പെരുമാറാൻ. ഒന്നാമത്തൊരു കുഴപ്പമുള്ള വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നൊക്കെ അറിയാമോ? എനിക്ക് മനസ്സിലാക്കുന്നൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികൾക്കുള്ളൊരു കുഴപ്പം നമുക്ക് മറന്നു പോകും ഭയങ്കരമായിട്ട്. ഇപ്പം നമ്മൾ എത്ര ഉടക്കുണ്ടായാലുവേ ആ ആൾക്കാരെ ഉടക്കിയിരിക്കണമെങ്കിലേ നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഉടക്കിയ കാര്യം പോലും നമ്മൾ മറന്നു പോകും. എന്ത് വകുപ്പിനാണ് ഉടക്കിയെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിഷയം മറവിയില്ലാത്ത കാരണം പണി നമ്മൾ പാഴ്സൽ വാങ്ങിക്കും. അത് സൂക്ഷിച്ച് വേണം ഇടപെടാൻ. അന്ന് ഉച്ചയ്ക്ക് രാവിലെ 9:30 എൻ്റെ ബയോമെട്രിക് എല്ലാം കഴിഞ്ഞു. ഞാൻ പുറത്ത് വന്നു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫ്ലൈറ്റ് ഡിലേ ഒന്നും ആയില്ല. നമ്മൾ തിരിച്ചു വന്നു. ഈ ഡൽഹിക്ക് പോണ സമയത്ത് തന്നെ ഞങ്ങൾ ഹസ്ബൻഡും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതും കൊണ്ടെത്തിച്ച് നമ്മളെല്ലാം പോവായി. പക്ഷെ ഞാൻ തൃശ്ശൂർ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ
7:10 ആ ബസ്സിന് ഞാൻ പോകേണ്ടത്. 7:45 ബസ് വന്നിട്ടില്ല. ഞങ്ങൾക്ക് 9 മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. ആകെ വിഷമിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മാതാവേ, നിന്നോട് പറഞ്ഞിട്ടല്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, എന്തേ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് ഒരു കൊന്ത ചെല്ലാമെന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് കൊന്ത എടുക്കണതും ഫ്രണ്ടിലൊരു ടാക്സിക്കാർ വന്ന് നിൽക്കണതും ഒരുമിച്ചായിരുന്നു. അയാൾ തൃശ്ശൂർ ഓട്ടം വന്ന് തിരിച്ച് പോണതായിരുന്നു. അയാൾ വെച്ചു ജാലക്കുടിക്കാക്കാന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കയറി. അപ്പം ഞങ്ങളിങ്ങനെ ചോദിച്ചു, ഞങ്ങളിങ്ങനെ ബസ് മിസ്സായിട്ട് എയർപോർട്ടിൽ പോകാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ആൾ ഞങ്ങളോട് പറഞ്ഞു എയർപോർട്ടിലേക്ക് ആക്കാമെന്ന് പറഞ്ഞു. കറക്റ്റ് ബസ് 8:15 എയർപോർട്ടിലെത്തും. ഞങ്ങൾ കറക്റ്റ് അരമണിക്കൂർ കൊണ്ട് അങ്കമാലിയിൽ ആ റൂട്ട് അറിയാം, നല്ല ബ്ലോക്കാണ്, ഒരു വണ്ടി പോലും ഞങ്ങളുടെ ഫ്രണ്ടിലില്ലാതെ അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ 8:15 കറക്റ്റായിട്ട് എയർപോർട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് മിസ്സാവാണ്ട് ഞങ്ങൾക്ക് ഡൽഹിയിൽ എത്താൻ പറ്റി. ബയോമെട്രിക് കംപ്ലീറ്റായി തിരിച്ചു വന്നു. ബയോമെട്രിക് ജൂലൈ 4 ഉച്ച കഴിഞ്ഞോടുകൂടി എനിക്ക് മെയിൽ വന്നു, എൻ്റെ വിസ ഗ്രാൻഡായെന്ന്. ഓൾറെഡി ഇൻ്റർവ്യൂ കഴിഞ്ഞും ബയോമെട്രിക് കഴിഞ്ഞിരിക്കുന്നവർക്ക് ഗ്രാൻഡ് മെയിൽ വന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞവർക്ക് വന്നിട്ടില്ല. ബയോമെട്രിക്കിനുള്ള മെയിലോ ഇൻ്റർവ്യൂവിനുള്ള മെയിൽ വരാണ്ട് ഇപ്പോഴും ബയോമെട്രിക് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ മീൻസ് ഗ്രാൻഡ് മെയിൽ വിസയ്ക്ക് ഗ്രാൻഡ് വരാണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ സമയത്താണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി, സ്കോഡ എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ പേര്, യൂണിവേഴ്സിറ്റി ഓഫ് സ്കോഡ, വളരെ ഡിലേ ആയിട്ട് ഡിസിഷൻ വരുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. ആ സമയത്താണ് എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ വേഗം നടത്തി തന്നെ. ഞാൻ രാവിലെ 9:30 കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2:45 എനിക്ക് മെയിൽ വന്നു വിസ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പിന്നെയും 3 ആഴ്ച എടുക്കും റെസിഡൻസ് പെർമിറ്റ് കാർഡ്. ആ കാർഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ, ഈ സ്വീഡനിലേക്ക് പോകാൻ പറ്റുള്ളൂ. വിസ ഉള്ളതുകൊണ്ട് കാര്യമില്ല, കാർഡ് തന്നെ വേണം. അങ്ങനെ പക്ഷേ കറക്റ്റ് 16-ാം ദിവസം, 3 ആഴ്ചയാണ് പറഞ്ഞത്, കറക്റ്റ് 16-ാമത്തെ ദിവസം ജൂലൈ 20 റെസിഡൻസ് പെർമിറ്റ് കാർഡ് എത്തിയെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അത് കഴിഞ്ഞ് പക്ഷേ എനിക്ക് അടുത്ത ചൊവ്വാഴ്ച എനിക്ക് പോകുമായിരുന്നു. പക്ഷേ 22-ാം തീയതി ഞാൻ ജോലി റിസൈൻ ചെയ്ത് അന്ന് എനിക്ക് പനി പിടിച്ച് ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി വന്ന് കിടന്ന കിടപ്പായി. എൻ്റെ കൗണ്ട് വല്ലാതെ കുറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കൗണ്ട് 2300 പ്ലേറ്റ്ലെറ്റ് 1,00,000 കുറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, അവസാനം വരെ നീ എൻ്റെ കൂടെ നടന്നിട്ട് ഈ നിമിഷം ഇനി സാക്ഷ്യം പറയാൻ എന്നെ അവിടെ എത്തിക്കില്ലേ നീ? കാർഡ് കിട്ടിയതിന് ശേഷം ഇവിടെ വന്ന് കാർഡോടുകൂടി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം മാത്രമാണ് ഈ കാർഡ് ഉപയോഗിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുള്ളൂ എന്ന് മാതാവിന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് തീരെ വയ്യ, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ മാതാവിനോട് സങ്കടം പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് പനി ഈ നിമിഷം ഈ സമയത്ത് എനിക്ക് പനി തന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം മാതാവിനുണ്ടാവും, അതിലെനിക്കൊരു സംശയമില്ല, മാതാവിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. പിറ്റേ ദിവസം ഞാൻ ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ 2300 എന്നുള്ളത് 4300 മാറി, നേരെ 2000 കൂടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്യും, 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെന്നൈക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ചെന്നൈക്ക് പോകണമെങ്കിൽ തലേ ദിവസം ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ കൗണ്ട് 5300 ആയി, എൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് 2,00,000 ആയി. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കണം. ഡെങ്കിപ്പനി വന്നവർക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് 2 ആഴ്ച എടുക്കുക ക്ഷീണം പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ ചെന്നൈ പോയി 1-ാം തീയതി എൻ്റെ കാർഡ് കളക്ട് ചെയ്തു. എൻ്റെ കാർഡോടുകൂടിയാണ് ഞാനിവിടെ വന്നേക്കണത് കാണിക്കാനായിട്ട്. എൻ്റെ ഈ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സമയ ചുരുക്കത്തിൽ എൻ്റെ കാര്യങ്ങൾ മാതാവ്, ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തന്നു. മാതാവിനോട് പറഞ്ഞ കാര്യങ്ങൾ ഞാനും മുടങ്ങാതെ ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എൻ്റെ ബൈബിൾ ഞാൻ പഠിക്കും, ജോലി സ്ഥലത്ത് ഫ്രീ ടൈമിൽ ബൈബിൾ വായിക്കുകയാണ്. കാരണം വീട്ടിൽ വന്നെങ്കിൽ ബൈബിൾ വായിക്കാൻ പറ്റില്ല, മക്കളുടെ കാര്യങ്ങൾ നോക്കാം. പക്ഷെ ഞാൻ ബൈബിൾ വായിക്കണ കണ്ടിട്ട് എൻ്റെ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറയണ കേട്ടിട്ട് എൻ്റെ 3 സ്റ്റുഡൻസ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കൂടാതെ എന്നോട് വിഷമം പറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവരെയും ഞാൻ ജൂൺ 24-ാം തീയതി ഞാനിവിടെ വരുമ്പോൾ അവരെ ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് അവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ മാതാവിൻ്റെ മാധ്യസ്ഥം നേടാനായിട്ട് സങ്കടം പറഞ്ഞവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ മനസ്സറിഞ്ഞ് മാതാവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിച്ച് ഈശ്വര അടുത്തുന്ന കാര്യം വാങ്ങിച്ചു തരും എന്നുള്ളത് എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇതിൻ്റെ സാക്ഷിയാണ്. എത്ര നാൾ കഴിഞ്ഞാലും ഈ അനുഗ്രഹം ഞാൻ മറക്കുകയില്ല. ഇനി എൻ്റെ മരണം വരെ മാതാവിൻ്റെ സാക്ഷിയായി ഈ ഉടമ്പടി സാക്ഷിയായിട്ട് ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. രോഗം CTSന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഓപ്പറേഷൻ വേണമായിരുന്നു. അപ്പോൾ ഇനി അറിയാലോ 5 മക്കളെയും വെച്ചിട്ട് കൈ അനക്കാതെ ഇരിക്കുക എന്നുള്ളത് നടക്കാത്ത കാരണം അന്ന് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ മാതാവേ സമയമെടുത്ത് മാറിയാൽ മതി, പക്ഷേ ഓപ്പറേഷൻ ഇല്ലാതെ നടത്തി തരണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ഈ തൈലം
തൈലം ഇവിടെ നിന്ന് കിട്ടിയപ്പോൾ ആ തൈലം എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞിട്ട് 2 കൈയിലും ഞാൻ ഇങ്ങനെ തേച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് നാൾ തന്നെയാണ് വീണ്ടും. അതിന് ശേഷം ഇതുവരെ എനിക്ക് പ്രശ്നമില്ല. കാരണം ജോലിക്ക് എനിക്ക് ഒത്തിരി എഴുതേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, കറക്ഷൻ ഉണ്ടായിരുന്നു, അടുക്കളയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് സഡേഷനായിട്ട് രാവിലെ എഴുന്നേറ്റ് പള്ളി പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മരുന്ന് കഴിക്കണം നിർത്തിയായിരുന്നു. അപ്പോൾ ഈ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്കത് മാറി. ഇപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് സുഖമായിട്ട് എഴുതാം, വരയ്ക്കാം, അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യാം. അത് വലിയൊരു അനുഭവം തന്നെയാണ്. കാരണം മക്കളെ വെച്ചിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അത് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ സമയം എടുത്ത് മാറിയാൽ മതി, പക്ഷേ ഓപ്പറേഷൻ ഇല്ലാണ്ട് മാറ്റി തരണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതെൻ്റെ മാതാവ് നടത്തി തന്നു. പിന്നെ ഒരു കാര്യം, ജോലിയുടെ കാര്യമാണ്. ജോലി ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിലിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്, മാതാവേ എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ ഡിപ്രഷനായിട്ട് എന്താ ചെയ്യണമെന്ന് അറിയില്ല, അപ്പോൾ എനിക്ക് ജോലി വേണം. എന്നിട്ട് ഞാൻ ജോലിക്കൊരു കണ്ടീഷൻസ് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് ആക്കി ഡ്രസ്സ് മാറ്റിയിട്ട് എനിക്ക് പോകണം, തിരിച്ച് അവർ എത്തുമ്പോഴേക്കും എനിക്ക് വരണം. പിന്നെന്താണ്, എൻ്റെ കുഞ്ഞുമോനെ ഡേ കെയറിലാക്കണം, വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ ഭർത്താവിനെ എനിക്ക് സഹായിക്കണം, കുറച്ച് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അങ്ങനെ എനിക്ക് 10,000 രൂപ ശമ്പളം വേണമെന്ന് ഇങ്ങനെ എണ്ണി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേ കണ്ടീഷനിൽ എനിക്ക് ജോലി കിട്ടിയെന്നുള്ളതാണ്. എനിക്ക് ഒരു ഭാരം, വീട്ടിൽ വന്നിട്ട് ഒരു ഭാരം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ പഠിപ്പിക്കുകയായിരുന്നു. 9:15 എനിക്ക് വീട്ടിൽ നിന്ന് പോയാൽ മതി, 5:45 ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമായിരുന്നു. എനിക്ക് അത് മാത്രമല്ല, ആദ്യത്തെ മാസം 8,000 ആണ്. പക്ഷെ പിന്നത്തെ മാസം തൊട്ട് എനിക്ക് ആ പൈസ അവർ കൂട്ടി തന്നു. ഞാൻ പറഞ്ഞു, പക്ഷേ എൻ്റെ അമ്മ, ചേട്ടൻ്റെ അമ്മ കുട്ടിയെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് സഹായിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത ഒരു കാര്യം, പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞൊരു കാര്യം, അതെനിക്ക് കറക്റ്റായിട്ട് മാതാവ് നടത്തി തന്നു. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ മാതാവിനോട് പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവ് അത് ഈശോയോട് പറഞ്ഞ് നടത്തി തരും എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ചോറ്റാനിക്കരയിൽ നിന്നാണ് വന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ മാസം ജൂലൈ 16-നാണ്. 1 മാസം ആയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് IELTS എഴുതണേ. ഞാൻ വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടിയാണ് അതൊക്കെ അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഫസ്റ്റ് സ്റ്റേജ് എല്ലാം നല്ല സ്മൂത്തായിട്ട് പോയി. ഓഫർ ലെറ്ററും ഫീസ് അടക്കലും അഡ്മിഷനും എല്ലാം നല്ല ഇതിലായിരുന്നു. അത് കഴിഞ്ഞ് വിസയുടെ പ്രോസസ്സ് ആയപ്പോഴാണ് എനിക്ക് റിജക്ഷൻ വരാൻ തുടങ്ങി. ഞാൻ ഫസ്റ്റ് വിസക്ക് അപ്ലൈ ചെയ്തത് ഏപ്രിൽ 22-നാണ്, 2023 ഏപ്രിൽ 22-ന്. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒപ്പം പഠിച്ചതാ, എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ വന്നം, ഉടമ്പടി എടുക്കണം. എനിക്ക് ഇച്ചിരി ഏജ് ഗ്യാപ്പ് ഉണ്ട്, 5 കൊല്ലത്തോളം ഏജ് ഗ്യാപ്പ് ഉണ്ട്. അതൊരു പ്രശ്നമാവാമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മടിയും ഓവർ കോൺഫിഡൻസും കാരണം ഞാൻ ഇവിടെ വന്നുമില്ല, ഉടമ്പടി എടുത്തുമില്ല. ഞാൻ വിസക്ക് ഫയൽ ചെയ്തു. ഏപ്രിൽ 22-ന് വിസക്ക് ഫയൽ ചെയ്ത് മെയ് 23-ന് എനിക്ക് ഫസ്റ്റ് റിജക്ഷൻ വന്നു. ഫസ്റ്റ് റിജക്ഷൻ വന്നപ്പോൾ തന്നെ ഞാൻ ആകെ ഡിപ്രസ്ഡായി. എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു. ഫണ്ട് അതേപോലെ കാണിച്ചു, നെറ്റ് വാല്യൂം ഒരു റിജക്ഷൻ്റെതല്ല, അതിന് വേണ്ടിയുള്ള ഒരു എമൗണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കുണ്ട്, ആവശ്യത്തിന് മാർക്കും ഉണ്ട്. അപ്പോൾ എനിക്കൊരു റിജക്ഷൻ വരുമെന്നുള്ള ഒരു ഇതേ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഓഫീസിലെ സ്റ്റാഫ് പറഞ്ഞു ഓൺലൈൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ എടുക്കാനാ, ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ ജൂൺ 1-ന് ഞാൻ അപ്ലൈ ചെയ്തു ഓൺലൈനായിട്ട്. അങ്ങനെ ഞാൻ ജൂൺ 15-ന് ഞാൻ പ്രെയറൊക്കെ ചൊല്ലാൻ തുടങ്ങി. രാവിലെ മാത്രമേ പ്രെയർ ഉണ്ടായുള്ളൂ, അത് ഞാൻ ചൊല്ലാൻ തുടങ്ങി. എന്നിട്ട് ജൂൺ 15-ന് ഞാൻ പിന്നെയും വിസക്ക് വെച്ചു, സെക്കൻഡാണത്. ആ ടൈമിൽ ആ ഒരു ജൂൺ 15 കഴിഞ്ഞൊരു 1 വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്താൽ ഇവിടുന്ന് അപ്രൂവൽ കൃപാസനത്തിൽ നിന്ന് അപ്രൂവൽ വന്നിട്ട് വേണം പ്രെയർ ചൊല്ലാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ഡിസിഷൻ വന്നതിന് 2 ദിവസം മുന്നേ ഞാൻ അത് അറിയുന്നത്.
അപ്പം ഞാൻ വിചാരിച്ചു ദൈവം പോലും എനിക്ക് അപ്രൂവൽ തരാത്ത ഈ സമയത്ത് എങ്ങനെ എനിക്ക് വിസ ഓഫീസർ അപ്രൂവൽ തരുമെന്ന്. അതേപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സെക്കൻഡും റിജക്ഷൻ തന്നെയാണ് വന്നത്.